കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കീരിത്തോട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചു. മഴ ശക്തമായതോടെ കൂടുതൽ കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത്. നിലവിൽ 14ഓളം കുടുംബങ്ങളാണ് ക്യാമ്പിൽ ഉള്ളത്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ തട്ടേക്കണ്ണിക്ക് പിന്നാലെ 2ാം വാർഡിലെ കീരിത്തോട്ടിലും ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചു. കീരിത്തോട് ഗവൺമെന്റ് LP സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിൽ നിലവിൽ 14 കുടുംബങ്ങളാണ് കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഉരുൾപൊട്ടലുകളും മലമുകളിൽ നിന്ന് ഭീമൻ പാറക്കല്ലുകൾ ഉരുണ്ടിറങ്ങി ജനവാസ മേഖലയിലേക്ക് പതിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയത്. കീരിത്തോട് പകുതിപ്പാലം മേഖലകളിലാണ് അപകട ഭീഷണി ഏറ്റവും രൂക്ഷം. രാത്രികാലങ്ങളിൽ മലമുകളിൽ നിന്ന് കല്ലുകൾ ഉരുണ്ടുവീഴുന്നത് പതിവായതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ് കഴിഞ്ഞുകൂടുന്നത്. മഴ കുറഞ്ഞാൽ ക്യാമ്പ് അവസാനിപ്പിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. എങ്കിലും കഴിഞ്ഞ രാത്രി മുതൽ മഴ വീണ്ടും ശക്തമായ സാഹചര്യത്തിൽ ക്യാമ്പ് തുടരാൻ തീരുമാനിച്ചതായി വാർഡ് മെമ്പർ അറിയിച്ചു. കീരിത്തോടിനും പകുതിപ്പാലത്തിനും ഇടയ്ക്കുള്ള സ്ഥലത്ത് മേൽഭാഗം പാറയിൽ നിന്ന് ഉരുള് വന്ന് താഴേക്ക് പോയി. അവിടെയുള്ള ജനങ്ങളാണ് ഇവിടെ ഇപ്പോൾ ക്യാമ്പിലായി ഉണ്ടായിരിക്കുന്നത്. അവർ വളരെ ഭയപ്പാടോടുകൂടിയാണ് ഇവിടെ ക്യാമ്പിലായിരിക്കുന്നത്. അതുപോലെ തന്നെ പകുതിപ്പാലം ഭാഗത്ത് ചെറുതോട്ടപ്പടി എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന ഒരു വെയിറ്റ് ഷെഡ് ഉൾപ്പെടെ താഴേക്ക് പോയി അത് പെരിയാറ്റിൽ പതിച്ചിട്ടുണ്ട്. അതിന്റെ പൊടി പോലും ഇപ്പോൾ കാണാനായിട്ടില്ല. ആ പ്രദേശത്തുള്ളവർ വളരെ ഭയപ്പാട് കൂടിയാണ് ഈ ക്യാമ്പിൽ വന്നു ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കീരിത്തോട് മുതൽ ഉള്ള ഭാഗങ്ങളിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിലും മരങ്ങൾ തകർന്നു വീഴും ലൈനുകൾ പൊട്ടി വീഴുകയും ഒക്കെ ചെയ്ത് അതുകൊണ്ട് വളരെ ഭയപ്പാടോടുകൂടിയാണ് ഇവിടുത്തെ ജനങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഉരുണ്ടുവരുന്ന പാറക്കല്ലുകളാണ് ഇപ്പോൾ ജനവാസ മേഖലയ്ക്ക് ഏറ്റവും വലിയ ഭീഷണിയെന്ന് നാട്ടുകാർ പറയുന്നു. രാത്രിയിൽ സുരക്ഷിതമായി ഉറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും അധികൃതർ സ്ഥിരമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. പകുതിപ്പാലം ഭാഗത്ത് ഒരു 10-20 വീട്ടുകാരും ഇങ്ങനെ പാറയുടെ വീട് ഉരുൾപൊട്ടി വന്ന റോഡെല്ലാം ബ്ലോക്കായി ഓടിയിരുന്ന കല്ല് വീടിന്റെ മേളിലേക്ക് വന്ന് പഠിച്ച് ഒരു വീട് പോയിരിക്കുന്നു, അടുത്ത വീട് പോകാറായിരിക്കുന്നു. കല്ലുകൾ വന്നിങ്ങനെ കിടക്കുന്ന കാരണം ബുദ്ധിമുട്ടാണ്, കിടക്കാൻ ബുദ്ധിമുട്ടാണ് പേടിച്ചിട്ട്. വളരെയധികം പ്രയാസമാണ്, വളരെയധികം പ്രയാസം. ഒത്തിരി കുറേ ആൾക്കാർ 10 വീട്ടുകാരുണ്ട്. എല്ലാവരുടെയും എല്ലാവരുടെയും ഈ പാറമലയിൽ ഇങ്ങനെ പാറയിൽ ഉരുള കല്ലുകളിരിക്കുക. ഏത് നിമിഷം ഇങ്ങനെ പോരാൻ തയ്യാറായിരിക്കുന്ന കല്ലുകളാണ്. അവിടെ കിടന്ന് വണ്ടി ഉറങ്ങാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ. മഴ വീണ്ടും ശക്തമായതോടെ അപകട സാധ്യതയും വർദ്ധിച്ചു. നിലവിൽ ക്യാമ്പിൽ കഴിയുന്നവർക്ക് പുറമെ ഭീഷണി നേരിടുന്ന കൂടുതൽ കുടുംബങ്ങളെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റേണ്ട സാഹചര്യം ഉണ്ടാകാമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. ദുരന്ത നിവാരണ വിഭാഗവും പഞ്ചായത്ത് അധികൃതരും സ്ഥിതിഗതികൾ നിരന്തരം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.